വൃത്തിയാക്കാൻ പോലും ആളുകൾ ടെറസിൽ കയറാൻ മടിക്കുന്ന ഈ കാലത്ത് മട്ടുപ്പാവിൽ കൃഷി ചെയ്ത് ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു കർഷകനുണ്ട് തിരുവനന്തപുരത്ത്. രവീന്ദ്രൻ. കാച്ചിൽ രവീന്ദ്രൻ എന്ന് പറയുന്നതാകും കൂടുതൽ ഉചിതം. ഏറ്റവും വലിയ കാച്ചിൽ കിഴങ്ങ് കൃഷി ചെയ്തെടുത്ത് ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അദ്ദേഹം തന്റെ പേര് ചേർത്തിട്ടുണ്ട്. ഉള്ളൂർ ദേശീയപാതയ്ക്ക് സമീപം 50 മീറ്റർ മാറി നഗരഹൃദയത്തിൽ ഒരു വീടും കൃഷിയിടവുമെല്ലാമായി രവീന്ദ്രൻ ചേട്ടന്റെ ജീവിതം പച്ചപുതച്ച് കിടക്കുകയാണ്. വീടൊരുക്കുമ്പോൾ രവീന്ദ്രൻ ചേട്ടന് സ്ഥലപരിമിതി ഒരു പ്രശ്നമായി തോന്നിയിട്ടില്ല. മട്ടുപ്പാവിനെ കൃഷിയിടമാക്കി പൊന്നു വിളയിച്ചു ഈ കർഷകൻ. കഴിഞ്ഞ കുറച്ച് നാളുകളായി കൃഷിയിൽ നിന്നൊരൽപ്പം വിട്ടുനിൽക്കുകയായിരുന്നു അദ്ദേഹം. മട്ടുപ്പാവിൽ വളർത്തി പന്തലിപ്പിച്ച കോവയ്ക്ക ചെടിക്ക് കൂടുതൽ പടർന്നു കയറാനുള്ള മാർഗങ്ങൾ ഒരുക്കുന്നതിനിടെ 1-ാം നിലയിൽ നിന്ന് താഴേക്ക് പതിച്ചു. വർഷങ്ങളുടെ ചികിത്സയ്ക്ക് ശേഷം പഴയ ഊർജം വീണ്ടെടുത്ത് തിരിച്ചെത്തിയ രവീന്ദ്രൻ ചേട്ടന് ഇത്തവണയും കൃഷിയിൽ പിഴച്ചില്ല. രവീന്ദ്രൻ ചേട്ടന്റെ വീട്ടിലെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയാലോ? വിരുന്നുകാരെ സ്വീകരിക്കാൻ പാഷൻ ഫ്രൂട്ട് പടർന്നു പന്തലിച്ച് മികച്ച വിളയുമായി നിൽക്കുന്നുണ്ട്. പൂർണ്ണമായും വിളവെടുക്കാനായിട്ടില്ല. ഒരു വശത്ത് വെണ്ടയ്ക്ക, വഴുതന കൃഷിയാണ്. മട്ടുപ്പാവിലെത്തിയ രവീന്ദ്രൻ ചേട്ടൻ ഉച്ചയൂണിന് കറികൾ ഉണ്ടാക്കാൻ ആവശ്യമായ പച്ചക്കറികൾ പൊട്ടിച്ചെടുക്കുകയാണ്. ദേ, ഈ വെണ്ടയാണ് ആനക്കൊമ്പൻ. അരിക്കൊമ്പനെ പോലെയും ചക്കക്കൊമ്പനെ പോലെയും നല്ല തലയെടുപ്പിൽ തന്നെയാണ് ആനക്കൊമ്പൻ വെണ്ടയും നിൽക്കുന്നത്. മറ്റൊരു വശത്ത് നാരകവും നല്ല ഉഷാറായി കായ്ച്ചു കിടക്കുന്നുണ്ട്. എത്ര ഇനം സസ്യങ്ങൾ മട്ടുപ്പാവിൽ ഉണ്ടെന്ന് ചോദിച്ചാൽ രവീന്ദ്രൻ ചേട്ടന് തന്നെ കൃത്യമായി നിശ്ചയമില്ല. മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നത് കൊണ്ട് ഇവിടെ വൃത്തികേടാകുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. എന്നാൽ കൃഷി ചെയ്യുന്നതിന് ശാസ്ത്രീയമായ മാർഗങ്ങൾ രവീന്ദ്രൻ ചേട്ടൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. കെട്ടിടത്തിന്റെ ചുവരുകൾക്ക് ബലം ലഭിക്കാതെ കോൺക്രീറ്റിന്റെ പില്ലറുകൾ വരുന്ന ഭാഗത്ത് വലിയ സ്റ്റാൻഡുകൾ താങ്ങിവെച്ച് അതിനു മുകളിൽ ചെടിച്ചട്ടികളിലാണ് കൃഷിരീതി. ഡ്രിപ്പ് ഇറിഗേഷൻ പോലുള്ള ജലസേചന സംവിധാനങ്ങൾ വെള്ളം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ്. സുരക്ഷിത മട്ടിപ്പാവ് ജൈവ കൃഷി എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ടെറസിന്റെ മുകളിൽ കൃഷി ചെയ്യുന്നത്. അതായത് 1 കിലോ ഭാരം പോലും ടെറസിൽ താങ്ങാതെയും 1 തുള്ളി വെള്ളം ടെറസിൽ വീഴാതെ എന്നുള്ള മെത്തേഡിലാണ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഈ ബീമുകളിൽ ചുവരിൽ വരുന്ന ഭാഗത്ത് സ്റ്റാൻഡ് കൊടുത്ത് അതിൻ്റെ വെയിറ്റ് മൊത്തം ചുവരിലും ബീമിലും വരും. തട്ടിൽ ശകലം പോലും വെയിറ്റ് വരില്ല. വെള്ളം വീഴുന്നിരിക്കും. ചിലപ്പോൾ മഴയത്തുള്ള വെള്ളം വീഴും, ചിലപ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം അധികം വന്നാൽ വീഴും. അപ്പം ഞാൻ ചെയ്യുന്ന ഗ്രോ ബാഗിൻ്റെ ഉള്ള സൈഡിലെ ഹോളുകൾ ചെടിച്ചട്ടിയിൽ ഹോളേ ഇടില്ല. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതിൽ ഈ കരനെല്ലാണ്, ഉമ പ്രത്യാശയാണ്, ഈ 2 വിഭാഗത്തിലുള്ള നെല്ലാണ്. ഇതിൽ എനിക്ക് വളരെ ഈസിയാണ്. കാര്യം ഞാൻ ടെറസിൻ്റെ മുകളിൽ ഇവിടെ കയറി കഴിഞ്ഞാൽ എനിക്ക് യാതൊരു ക്ഷീണവും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു വയ്യായികയും ഇല്ല. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് അത്രയ്ക്കുള്ള പോരാത്തോണ്ട് ഏറ്റവും കൂടുതൽ നമ്മളെ പ്യുവർ ഓക്സിജൻ ശ്വസിക്കാൻ പറ്റുന്നു. നമ്മളിപ്പോൾ കണ്ട കൃഷികളൊക്കെ 2-ാം നിലയിലാണ്. ഇനി കാണാനുള്ളത് ഉമയെയാണ്. ഉമ ചേട്ടന്റെ മകളാണോ എന്ന് പലരും സംശയിക്കും. എന്നാലല്ല, 1-ാം നിലയിൽ വിളഞ്ഞു നിൽക്കുന്ന നല്ല ഒന്നാന്തരം നെല്ലാണ്. ഇതാണ് ഉമ എന്ന ഇനത്തിൽപ്പെട്ട നെല്ല്. ഒറ്റ നോട്ടത്തിൽ ഏതോ വയലിന് മധ്യത്തേക്ക് കയറി ചെന്ന പോലെ എനിക്ക് തോന്നി. മന്ദമാരുതനിൽ നെൽക്കതിരുകൾ ചാഞ്ചാടുന്നുണ്ട്. ഓ, സാഹിത്യം കയറി വരുന്ന കാഴ്ചകൾ. ഈ നെല്ല് വിളവെടുത്ത് തിരുവോണ സദ്യക്ക് ഉപയോഗിക്കാനാണ് രവീന്ദ്രൻ ചേട്ടന്റെ തീരുമാനം. വിളകളെ ബാധിക്കുന്ന പുഴുക്കളടക്കമുള്ള പ്രശ്നങ്ങൾക്ക് ജൈവ കീടനാശിനിയാണ് പ്രതിരോധ മാർഗം. നെൽച്ചെടികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് രവീന്ദ്രൻ ചേട്ടൻ ഒരു നെൽക്കതിരിന് ചുംബനം നൽകി. ഹോ, ശരിക്കും ഒരു മകളോടുള്ള സ്നേഹം പോലെ. നെല്ലും കൃഷി ചെയ്തിരിക്കുന്നത് ചെടിച്ചട്ടിയിൽ തന്നെ. നെൽച്ചെടികൾക്ക് ചേട്ടനേക്കാൾ പൊക്കം വെച്ചു കഴിഞ്ഞു. കണ്ടാൽ ഒരു സ്വപ്നലോകത്തേക്ക് എത്തിയ പ്രതീതി. മാതൃകാപരമായ പ്രവൃത്തി. കൃഷിയെ പരിപോഷിപ്പിക്കാനുള്ള ഒരു മനുഷ്യന്റെ അശ്രാന്ത പരിശ്രമങ്ങൾക്ക് മുന്നിൽ ബഹുമാനം. ഒരു കർഷകനായി അറിയപ്പെടണമെന്ന് തന്നെയാണ് ചേട്ടന്റെ ആഗ്രഹം. കൃഷി ചെയ്യാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ സ്വന്തം വീട്ടിൽ തന്നെ ക്ലാസുകൾ ഒരുക്കി സൗജന്യമായി പഠിപ്പിക്കുന്നുണ്ട്. വയലുണ്ടായിട്ടും മഴയുണ്ടായിട്ടും നെല്ല് വിളയിക്കാൻ കഴിയാത്ത നമുക്ക് നഗരഹൃദയത്തിൽ മട്ടുപ്പാവിൽ നെൽകൃഷി ചെയ്ത് വിജയം കണ്ട രവീന്ദ്രൻ ചേട്ടൻ മാതൃകയാക്കാവുന്ന വ്യക്തിത്വമാണ്. ETV ഭാരത്, തിരുവനന്തപുരം.